നിങ്ങളുണ്ടായിരുന്നു ഇവര് ക്രിക്കറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഈ പണം കുറയുന്ന സമയത്ത് ആരൊക്കെ വേണം ഇതൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അതിൻ്റെ ഒരു തന്ത്രങ്ങൾ എന്താ ഇനിയിപ്പോൾ പറയാം, അത് കഴിഞ്ഞല്ലോ. അതെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അനലിസ്റ്റ് കൂടെ ഉണ്ട്. പക്ഷേ ഓപ്ഷൻ എപ്പോഴും ഒരു ഡൈനാമിക് സിറ്റുവേഷനാണ്. നമ്മൾ വിചാരിച്ച പ്ലെയേഴ്സിന് എല്ലാവരും കിട്ടണമെന്നില്ല. എ ബി സി കാറ്റഗറി ഒരു കോമ്പിനേഷനാണ് ഞങ്ങൾ നോക്കുന്നത്. അതിലൊരു പ്ലെയറിൻ്റെ സ്ലോട്ടിൽ ഞങ്ങൾ 1 2 3 പ്ലെയേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്ത് വെക്കും. ചിലപ്പോൾ ഒരാളെ കിട്ടണമെന്നില്ല, ദെൻ വി ഗോ ഫോർ ദ സെക്കൻഡ് വൺ. പക്ഷേ പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എ ബാലൻസ് ടീം നൗ. ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ലേണിംഗ് കർവ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സീസൺ കഴിഞ്ഞു, സെക്കൻഡ് ദിസ് ദ തേർഡ് സീസൺ. ഫസ്റ്റ് സീസൺ നന്നായിട്ട് പെർഫോം ചെയ്തു, സെക്കൻഡ് സീസൺ ഞങ്ങൾ ഇത്തിരി ഓഫായിരുന്നു. പല റീസൺസ് കൊണ്ടാണത്. പക്ഷേ എന്നാലും അതിൽ നിന്നുള്ള വീക്ക്നെസ്സുകൾ പഠിച്ച് അതിനെ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മളൊരു ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിൽ വളരെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. വിഷ്ണു, വിനോദ്, ആൻഡ് വി ഹാവ് 5 ഓൾറൗണ്ടേഴ്സ്, പിന്നെ 3 പേസേഴ്സ്. അങ്ങനെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ടീം. ഞങ്ങൾ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ പറയാം. വെരി സ്ട്രോങ് ആണ്. ഓക്കെ മദൻ, എന്താണ് നമ്മൾ പല താരങ്ങളും നന്നായി കളിക്കുന്ന താരങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് ഇതുപോലെ പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ട് മുന്നോട്ട് നോക്കി പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഈ KCL നൽകുന്ന ഒരു വലിയ സന്തോഷം കൂടിയുണ്ട്. മദൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതെ, ഉറപ്പായിട്ടും നമ്മൾ എന്താ പറയാൻ, ഒരു 10 years മുമ്പുള്ള ക്രിക്കറ്റ് അല്ല ഇപ്പോഴത്തെ. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഈവൻറ്റ്സ്, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇത്രയും പ്ലേയേഴ്സിന് പെർഫോം ചെയ്യാൻ. ഇപ്പോൾ തന്നെ എടുത്ത 155 പ്ലേയേഴ്സിന് ചാൻസസ് കിട്ടുകയാണ്. അപ്പം അത് ചെറിയൊരു കാര്യമില്ല. അത്രയും പേർക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കുക, അത് KCA വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുമുണ്ട്. ആ ഈവൻറ്റ് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും അത് ഗംഭീരമാവുകയാണ്. സോ ഇത് ഇവർ അടുത്തൊരു IPL-ലേക്ക് ഒരു ചവിട്ടുപടി മാത്രമാണിത്. അപ്പോൾ സോ എല്ലാവർക്കും ഒരു ചാൻസാണ് അത്. സോ കിട്ടിയ എല്ലാ പ്ലേയേഴ്സും യൂട്ടിലൈസ് ചെയ്യുക എന്നാണ്. അപ്പോൾ എല്ലാം വിചാരിച്ച പോലെ നടന്നു കാര്യങ്ങൾ? എല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് നടന്നു. എല്ലാവരും ഒറ്റക്കെട്ടുള്ള ഡിസിഷനായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ചെറിയൊരു സങ്കടം ഉണ്ടായല്ലോ ആരാധകർക്ക്. അപ്പോൾ ഇത്തവണ സങ്കടപ്പെടേണ്ടതില്ല. ഒരു കാര്യമില്ല ഇപ്രാവശ്യം. ധൈര്യമായിട്ട് കളി കാണാൻ പോകും. ധൈര്യമായിട്ട്. അപ്പം റോയൽസ് വളരെ സ്ട്രോങ് ആണ്. റോയൽസ് വലിയ പ്രതീക്ഷയിലാണ്. റോയൽസ് ഉന്നമിട്ട് വന്ന താരങ്ങളെ എല്ലാം റാഞ്ചി അവരുടെ പോക്കറ്റിലാക്കിയാണ് നിൽപ്പ്. അപ്പോൾ ഇനി കളി നമുക്ക് കളത്തിൽ കാണാം.